മലയാളികൾ നെഞ്ചോട് ചേർത്ത ടെലിവിഷൻ പരമ്പരകളിലൊന്നായ ഉപ്പും മുളകും അതിൻ്റെ 3-ാം സീസണുമായി എത്തിയിരിക്കുന്നു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായ അവരുടെ ടെലിവിഷൻ ഇഷ്ടങ്ങളിൽ ഒന്നാണ് സിറ്റ്കോം വിഭാഗത്തിൽപ്പെടുന്ന ഉപ്പും മുളകും. പല മാറ്റങ്ങൾ വന്നെങ്കിലും ഉപ്പും മുളകും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതായി നിലകൊള്ളുന്നു. 3-ാം സീസണിന്റെ കഥ മുന്നോട്ട് പോകുന്നത് കുട്ടുമാമനും മാമന്റെ ഭാര്യ ഗൗരിയും ഉൾപ്പെടുന്ന പുതിയ കഥാരീതിയിലൂടെയാണ്. ആദ്യ സീസണിൽ ഉണ്ടായിരുന്ന കുട്ടുമാമൻ 2-ാം സീസണിൽ സീരിയലിന്റെ ഭാഗമായിരുന്നില്ല. പകരം ഫ്ലവേഴ്സ് ചാനലിന്റെ മറ്റൊരു പരമ്പരയായ ചക്കപ്പഴത്തിന്റെ ഭാഗമായിരുന്നു. ഈ സീസണിൽ പുതുതായി എത്തുന്ന കുട്ടുമാമന്റെ ഭാര്യ വീട്ടിലെ കുട്ടികൾ മമ്മായി എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന ഗൗരി വളരെ പെട്ടെന്നാണ് പ്രേക്ഷകരുടെ ഇഷ്ടം ഏറ്റുവാങ്ങിയത്. താരത്തിന്റെ യഥാർത്ഥ പേരും ഗൗരി എന്ന് തന്നെ. സോഷ്യൽ മീഡിയയിലൂടെയും നവമാധ്യമങ്ങളിലൂടെയുമായിരിക്കും പലർക്കും ഗൗരിയെ പരിചയം. റീൽസുകളിലൂടെയാകും കൂടുതൽ പ്രേക്ഷകർ ഗൗരിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. ഡബ് മാഷുകളും മറ്റുമായി എത്തുന്ന ഗൗരി മികച്ച ഒരു ഡാൻസർ കൂടിയാണ്. ഡാൻസ് വീഡിയോകളും മോഡലിംഗ് ചിത്രങ്ങളും എല്ലാം താരം തന്റെ ഫോളോവേഴ്സിനായി പങ്കുവയ്ക്കാറുണ്ട്. അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന താരം നിലവിൽ ഷോർട്ട് ഫിലിമുകളിലും സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഗു എന്ന മലയാള ചിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു വേഷം താരം ചെയ്തു. ബിലവഡ്, അവരുടെ രാവ് തുടങ്ങിയ മലയാളം ഷോർട്ട് ഫിലിമുകൾക്ക് പുറമെ തമിഴിലും താരം തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. തന്റെ അഭിനയ ജീവിതത്തിന്റെ ആദ്യ സമയങ്ങളിൽ താരം ഗൗരി അനിൽകുമാർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. യഥാർത്ഥ പേര് ഗൗരി AS എന്നാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ താരം ഗൗരി ഉണ്ണിമായ എന്ന പേരിലാണ് അറിയപ്പെടുക. സോഷ്യൽ മീഡിയ രംഗത്ത് മാത്രമല്ല ഫിറ്റ്നസ് രംഗത്തും താരം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. 2022 എറണാകുളത്ത് നടന്ന WFF മിസ് ആൻഡ് മിസ്റ്റർ എറണാകുളം 2022 ബോഡി ഫിറ്റ്നസ് ചാമ്പ്യൻഷിപ്പിൽ ശ്രദ്ധേയമായ നേട്ടം ഗൗരി കൈവരിച്ചിരുന്നു. കലയോടൊപ്പം അധ്യാപനവും ആഗ്രഹിക്കുന്ന താരം ബാംഗ്ലൂർ ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫോറൻസിക് സയൻസിൽ ഹോണേഴ്സ് ബിരുദവും നേടിയിട്ടുണ്ട്. ഗൗരി എന്ന കഥാപാത്രത്തെ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്യൂ. ഒപ്പം ആ താരത്തെയും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പമുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക.